ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അത ശ്രീമദ് ഭഗവദ്ഗീത പ്രഥമോധ്യായഃ. അർജുന വിഷാദയോഗഃ. ശ്ലോകം 11. അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. അർത്ഥം: എല്ലാ മാർഗങ്ങളിലും സജീവ ശ്രദ്ധയോടെ നിലകൊണ്ട് നിങ്ങൾ ഭീഷ്മരെ തന്നെ രക്ഷിക്കണമെന്ന് ദുര്യോധനൻ ആവശ്യപ്പെടുന്ന ശ്ലോകം. സർവേഷു എല്ലാ, അയനേഷു ച വ്യൂഹമാർഗങ്ങളിലും. അയനം എന്ന് പറഞ്ഞാൽ പ്രധാനികൾക്ക്, സേനയിൽ പ്രധാനികൾക്ക് നിശ്ചയിക്കപ്പെടുന്ന സ്ഥാനങ്ങളാണ് അയനങ്ങൾ. ഇപ്പൊ ഭീഷ്മരുടെ അയനമാണ് ഇവിടെ ദുര്യോധനൻ സൂചിപ്പിക്കുന്നത്. എല്ലാ വ്യൂഹമാർഗങ്ങളിലും നിശ്ചിത സ്ഥാനത്ത് നിലകൊള്ളുന്നവരായ നിങ്ങൾ എല്ലാവരും തന്നെ ഭീഷ്മരെ തന്നെ രക്ഷിച്ചുകൊള്ളുക. ശ്ലോകം 12. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹഃ സിംഹനാദം വിനദ്യോച്ചൈഃ ശംഖം ദദ്മൗ പ്രതാപവാൻ. അർത്ഥം: കുരുക്കളിൽ വൃദ്ധനും പ്രതാപശാലിയുമായ ഭീഷ്മപിതാമഹൻ ദുര്യോധനന് സന്തോഷം ജനിപ്പിച്ചുകൊണ്ട് ഉറക്കെ സിംഹനാദം മുഴക്കിയിട്ട് ശംഖ് ഊതി. ദുര്യോധനൻ സംശയഗ്രസ്തനാണെന്ന് ഭീഷ്മപിതാമഹന് അറിയാം. ധർമ്മം പാണ്ഡവപക്ഷത്താണ് ഉള്ളത്, പാണ്ഡവർ തന്നെ ജയിക്കുമെന്നും അറിയാം. എങ്കിലും അവരൊക്കെ കൗരവപക്ഷത്ത് തന്നെ അടിയുറച്ചു നിന്നത് ദുര്യോധനനെ ഉപദേശിച്ച് നേർവഴിക്ക് കൊണ്ടുവരാൻ അന്ത്യവേളയിലെങ്കിലും കഴിഞ്ഞേക്കുമെന്ന ശുഭപ്രതീക്ഷ നിമിത്തമാണ്. ശ്ലോകം 13. തത് ശങ്കാശ്ച ഭേര്യശ്ച പണവാനക ഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തു മുലോഭവത്. അർത്ഥം: അനന്തരം ശംഖുകളും ഭേരികളും പണവം, ആനകം, ഗോമുഖം എന്നിവയും പെട്ടെന്ന് തന്നെ മുഴക്കപ്പെട്ടു. ആ ശബ്ദം എങ്ങും തിങ്ങി നിറഞ്ഞത് ആയിത്തീർന്നു. യുദ്ധഭൂമിയിലെ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നത്. തുടർന്ന് ഉടനെ തന്നെ ശംഖുകളും പെരുമ്പറകളും മദ്ദളങ്ങളും തപ്പട്ടകളും ഗോമുഖങ്ങളും ഒരുമിച്ച് തന്നെ മുഴക്കപ്പെട്ടു. ആ വാദ്യഘോഷം എങ്ങും തിങ്ങി നിറഞ്ഞ് മാറ്റൊലിക്കൊണ്ടു. ശ്ലോകം 14. തതഃ ശ്വേതൈർഹ യൈരുക്തേ മഹദിസ്യന്തനേ സ്ഥിതൗ മാധവഃ പാണ്ഡവൈശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദദ്മദുഃ. അർത്ഥം: അനന്തരം വെളുത്ത കുതിരകളോടു കൂടിയ വലിയ തേരിൽ ശ്രീകൃഷ്ണനും അർജുനനും ദിവ്യങ്ങളായ ശംഖുകളെ മുഴക്കി. യുദ്ധഭൂമിയിലേക്ക് നരനും നാരായണനും ശംഖധ്വനികൾ മുഴക്കി വന്നു ചേർന്നിരിക്കുകയാണ്. ഈ ദിവ്യമായ ശംഖധ്വനികൾ പാണ്ഡവരുടെ വിജയത്തിൻ്റെ ലക്ഷണമാണ്. അർജുനൻ സത്വബുദ്ധിയാണ്. ആ ബുദ്ധിയെ നിയന്ത്രിക്കുന്ന ആത്മാവാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ദിവ്യത്വം ലഭിക്കുന്നത് കൊണ്ട് രഥത്തിന് ശ്രേഷ്ഠത കൈവരുന്നു. സത്വഗുണപൂർണമായ ഇന്ദ്രിയങ്ങളാണ് ഈ രഥത്തെ നയിക്കുന്ന കുതിരകൾ. സത്വഗുണത്തിന്റെ നിറം വെളുപ്പാണെന്നാണ് സങ്കല്പം. സത്വഗുണം വർദ്ധിക്കുന്നതോടെ ഭഗവാനെ സാരഥി എന്ന നിലയ്ക്കല്ല അർജുനൻ കാണുന്നത്. താൻ ഭഗവാന്റെ വെറും ഒരു ഉപകരണം മാത്രമാണെന്ന് പാർത്ഥൻ കണ്ടറിയുന്നു. ശ്ലോകം 15, 16, 17, 18 ഒന്നിച്ചാണ് പാരായണം ചെയ്യുന്നത്. പാഞ്ചജന്യം ഹൃഷികേശോ
ദേവദത്തം ധനഞ്ജയഃ പൗണ്ഡ്രം ദദ്മൗ മഹാശങ്കം ഭീമകർമാ വൃകോദരഃ. ശ്ലോകം 16. അനന്തവിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിരഃ നകുല സഹദേവശ്ച സുഘോഷമണിപുഷ്പകൗ. ശ്ലോകം 17. കാര്യശ്ച പരമേശ്വാസഃ ശിഖണ്ഡീ ച മഹാരഥഃ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്യകിശ്ച പരാജിതഃ. ശ്ലോകം 18. ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശ പൃഥിവീപതേ സൗഭദ്രശ്ച മഹാബാഹുഃ ശങ്കാൻ ദദ്മു പൃഥക് പൃഥക്. അർത്ഥം: 15, 16, 17, 18 ശ്ലോകങ്ങളിൽ ശംഖുകളുടെ ധ്വനിയാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും പാണ്ഡവരും മറ്റു മഹാരഥന്മാരും ഉപയോഗിച്ച ശംഖുകളെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ഇന്ദ്രിയങ്ങളുടെ ഈശനായ ശ്രീകൃഷ്ണ ഭഗവാൻ പാഞ്ചജന്യം എന്ന ശംഖത്തെയും അർജുനൻ ദേവദത്തം എന്ന ശംഖത്തെയും ഭയങ്കരമായ പ്രവൃത്തികൾ ചെയ്യുന്ന വൃകോദരൻ അഥവാ ഭീമസേനൻ മഹാശംഖമായ വലിയ ശംഖമായ പൗണ്ഡ്രത്തെയും കുന്തിപുത്രനായ യുധിഷ്ഠിരൻ അനന്തവിജയം എന്ന ശംഖത്തെയും നകുലനും സഹദേവനും സുഘോഷം മണിപുഷ്പകം എന്നീ ശംഖുകളെയും മുഴക്കി. മഹാരാജാവേ, വില്ലാളികളിൽ പ്രമുഖനായ കാശിരാജാവും മഹാരഥനായ ശിഖണ്ഡിയും ദൃഷ്ടദ്യുമ്നനും വിരാടരാജാവും പോരിൽ തോറ്റിട്ടില്ലാത്ത സത്യകിയും ദ്രുപദനും ദ്രൗപദീപുത്രന്മാരും മഹാബാഹുവായ സുഭദ്രാപുത്രനായ അഭിമന്യുവും വേറെ വേറെ ശംഖുകളെ മുഴക്കി എന്നാണ് ശ്ലോകങ്ങളുടെ അർത്ഥം. കേൾവി കേട്ട ശംഖുകളുടെ വിശേഷങ്ങൾ സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനെ കേൾപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിജയം പാണ്ഡവപക്ഷത്തു തന്നെ എന്ന് ധൃതരാഷ്ട്രരും ചിന്തിച്ചു. ഇവിടെ രാജാ കുന്തിപുത്രോ യുധിഷ്ഠിര എന്ന് സഞ്ജയൻ പറയുന്നത് യുദ്ധാനന്തരം രാജാവായി തീരും യുധിഷ്ഠിരൻ എന്ന് തീർച്ചയുള്ളത് കൊണ്ടാണ്. 19 ശ്ലോകം. സഘോഷോ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത് നഭശ്ച പൃഥ്വീം ചൈവ തുമൂലോ വ്യനുനാദയൻ. ആ ഭയങ്കരമായ ശബ്ദാഘോഷം നഭസ്സിനെയും ഭൂമിയെയും മാറ്റൊലിക്കൊള്ളിച്ചുകൊണ്ട് കൗരവന്മാരുടെ ഹൃദയങ്ങളെ പിളർന്നു. ഭീഷ്മരും മറ്റ് പ്രമുഖരും ശംഖു വിളിച്ചപ്പോൾ പാണ്ഡവർക്ക് ഹൃദയം പിളർന്നതൊന്നുമില്ല. പക്ഷെ കൗരവർക്ക് ഈ ശംഖുകളുടെ പാണ്ഡവപക്ഷത്തുള്ള ശംഖുകളുടെ ശബ്ദം കേട്ടപ്പോൾ ഹൃദയം പിളർന്നു. ഏതു മഹാവിപത്തിലും ഭഗവാനെ ശരണം പ്രാപിച്ചവർക്ക് ഭയപ്പെടേണ്ടതായി വരുന്നില്ല. 20 ശ്ലോകം. അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജഃ പ്രവൃത്തേ ശസ്ത്രസമ്പാദേ തനുരുദ്യമ്യ പാണ്ഡവഃ. ഹൃഷികേശം തഥാവാക്യ മിതമാഹ മഹീപതേ. രാജാവേ, അനന്തരം പോരിന് ഉറച്ചു നിൽക്കുന്ന കൗരവരെ കണ്ടിട്ട് ആയുധപ്രയോഗം ആരംഭിച്ചപ്പോൾ ആ സമയത്ത് വില്ലിനെ ഉയർത്തിപ്പിടിച്ച് കുരങ്ങ് കൊടിയടയാളമാക്കിയ, ഇവിടെ കുരങ്ങ് എന്ന് പറയുന്നത് കബി ധ്വജ എന്ന് പറയുന്നത് ഹനുമാനെയാണ് അർജുനൻ കൊടിയടയാളമാക്കിയത്. പാണ്ഡുപുത്രൻ കൃഷ്ണനോട് ഈ വാക്യം പറഞ്ഞു. അതായത് യുദ്ധത്തിനുള്ള തുടക്കമായി. പോർക്കളത്തിൽ ഭഗവാന്റെ നിർദ്ദേശങ്ങൾക്കൊത്ത് പ്രവർത്തിക്കുന്ന പാണ്ഡവരുടെ പടയണി കണ്ടിട്ട് കൗരവപക്ഷത്ത് ഭയസംഭ്രമങ്ങൾ ഉണ്ടായതായി സൂചിപ്പിച്ചു. അർജുനന്റെ കൊടിമരത്തിൽ ഹനുമാന്റെ വിജയചിഹ്നം. പാണ്ഡവന്മാർ യുദ്ധം ഒഴിവാക്കാൻ പലപാട് പരിശ്രമിച്ച് പരാജയപ്പെട്ടവരാണ്. വളരെ ലളിതവും മിതവുമായ വ്യവസ്ഥകളാണ് അവർ ഉന്നയിച്ചത്. എന്നിട്ടും ദുര്യോധനൻ അതിനൊന്നും സമ്മതിച്ചില്ല. ഇനി 21 മുതലുള്ള ശ്ലോകങ്ങൾ അടുത്ത ഭാഗത്ത്.